ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ രുചികരമായ ഒരു നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് അരിപ്പൂരിയുടെ കൂടെയും പൊറോട്ട, അപ്പം, ഇടിയപ്പം തുടങ്ങിയവയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അരിപ്പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. നാടൻ ഡിഷായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് വേപ്പില ചേർക്കുക. ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർക്കുക. 1/2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചൂടായ മണം വരുന്ന സമയം വരെ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 4-5 പച്ചമുളക് ചേർക്കാം. എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കാം. കൂടുതൽ എരിവുള്ളതാണെങ്കിൽ 2 ചെറിയ പച്ചമുളക് ചേർത്താൽ മതിയാകും. ഇല്ലെങ്കിൽ 4-5 പച്ചമുളക് വരെ ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിറം മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 2 വലിയ സവാള പൊടിയായി ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. ഒരു 3-4 മിനിറ്റ് വരെ സവാള ഒന്ന് വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യുക. അപ്പോൾ സവാളയുടെ നിറമൊക്കെ നേരിയതായിട്ട് നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ബീഫ് റോസ്റ്റിൽ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത്. ഉണക്കമുളക് പൊടി വളരെ കുറച്ച് ചേർക്കാറുള്ളൂ. അപ്പോൾ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിൽ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അഞ്ഞൂറ് ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് നുറുക്കിയിരിക്കുന്നത്. ചിലർക്ക് നല്ല പൊടി പോലെ അരിഞ്ഞിട്ട് റോസ്റ്റ് ചെയ്യണതാണ് ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. വലുതാക്കി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ തീരെ ചെറിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിലും റോസ്റ്റ് ചെയ്യാം. പിന്നെ നന്നായിട്ട് ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസും നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി സ്റ്റൗ ഹൈ ഹീറ്റിലോട്ട് മാറ്റിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അത് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ബീഫിൽ നിന്ന് തന്നെ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് റോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് കൂടുതൽ ഗ്രേവിയുടെ ആവശ്യമില്ല. നല്ല പൊതിഞ്ഞിരിക്കുന്ന പാകത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കൂടുതൽ വെള്ളം ചേർത്താൽ അത് വറ്റുന്നത് വരെ നമ്മൾ വേവിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ് വേവിക്കാം. പിന്നീട് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ആ സമയത്ത് കുറച്ച് വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 40-45 മിനിറ്റ് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ 40 മിനിറ്റ് 45 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്, നല്ല പൊതിഞ്ഞ പാകമായിട്ടുണ്ട്.
റോസ്റ്റിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അയക്കണത്. ഇതിലേക്ക് നമുക്കിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പോരായ്മ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ബീഫിൽ പൊതിഞ്ഞിരിക്കും. നല്ല കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ വരുന്നത്. വായിൽ നിന്ന് വെള്ളം വരും ഇതിൻ്റെ മണം കേട്ടാൽ. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.